നാട്ടിലോട്ട് വരുന്നതിന് മുമ്പ് എന്റെ മോക്ക് നല്ല രീതിയിൽ സ്കിൻ അലർജി ഉണ്ടായിരുന്നു. അതായത് പുറത്തുനിന്നായിരുന്നു ഡെലിവറി. അപ്പൊ അവിടുത്തെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ട് ആണോ എന്ന് പേടിച്ച് കുട്ടിയുടെ 40 ഡേ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ചൊറിച്ചില് കാര്യങ്ങള്, ഭയങ്കര ഇച്ചിങ്, ഇതൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നാട്ടിലോട്ട് വന്നു, സ്കിൻ ഡോക്ടറെ കാണിച്ചു. അപ്പം പറഞ്ഞു എക്സീമയാണ് എന്നൊക്കെ പറഞ്ഞ് ഓയിൻമെന്റ് കാര്യങ്ങളൊക്കെ തന്നു. അതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അത് യൂസ് ചെയ്യുമ്പോൾ മാത്രം കംപ്ലീറ്റ്ലി പോകും, അത് യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ വീണ്ടും തിരിച്ചു വരും. ഇതൊക്കെയായിരുന്നു അവസ്ഥ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയായിരുന്നു. ഞാൻ തന്നെ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അപ്പൊ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സനമാം എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ആളിങ്ങനെ ഒരു സോപ്പിനെ കുറിച്ച് പറഞ്ഞു തന്നു. അപ്പൊ എന്റെ മൂക്ക് ആ ടൈമിലൊന്നും സോപ്പൊന്നും യൂസ് ചെയ്യാനേ പറ്റില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ സ്വന്തം റിസ്കില്, ആരോടും പറയാതെ എന്റെ സ്വന്തം റിസ്കില് ഞാൻ ആ ഒരു ബ്ലാക്ക് ക്യൂമിൻ സോപ്പ് വാങ്ങി. സനമാമിനോടും കൂടിയുള്ള ഒരു വിശ്വാസം കൂടെ തന്നെയാണ്. എനിക്ക് കമ്പനി അറിയില്ല, പ്രൊഡക്റ്റ് അറിയില്ല, ഒന്നും അറിയില്ല, ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അങ്ങനെ സനമാമിനോടുള്ള ആ വിശ്വാസം എങ്ങനെയും മാറണം എന്നുള്ള ഒരു ഇതും കൊണ്ട് ഞാൻ വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ക്രീമൊക്കെ യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു സോപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങി. സോപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇത് 2 ടൈംസ്, അതായത് രാവിലെയും രാത്രിയും യൂസ് ചെയ്യണം. അങ്ങനെ എന്താണ്, ഞാൻ രാവിലെ ഈ സോപ്പിനോടൊപ്പം രാവിലെ മാത്രം യൂസ് ചെയ്ത് നൈറ്റ് ഒഴിവാക്കി. പിന്നെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഒരു ഡേ യൂസ് ചെയ്ത് അടുത്ത ഡേ യൂസ് ചെയ്ത് ഇങ്ങനെ മെല്ലെ 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 അത് കുറച്ചു കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിർത്തി ആ ഓൺ ദ സ്പോട്ടിൽ ഇത് തിരിച്ചു വരും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ മെല്ലെ മെല്ലെ ഞാൻ ഇതൊന്നും അങ്ങനെ ചെയ്തു നോക്കി. ലാസ്റ്റ് ഞാൻ ഈ സോപ്പിനെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ മാറി. ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്ന അറിയില്ല, പക്ഷെ എന്റെ ലൈഫിൽ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബ്ലാക്സും നമ്മുടെ ഇത്തത്മാൻ പറയുന്ന പോലെ ആ ഒരു ബ്ലാക്ക് ക്യൂമിൻ സോപ്പിൽ എന്റെ ലൈഫ് മൊത്തത്തിൽ മാറ്റി. കാരണം നമ്മുടെ എന്താ പറയാ, നമുക്ക് പാരന്റ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ നമ്മുടെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു എല്ലാം മാറ്റി വെക്കുന്നത് അവരെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലെ. സോ അതുപോലെ ഒരു സൂപ്പർ മോം തന്നെയാണ് ഞാനും. അപ്പൊ എന്റെ മൂക്കിങ്ങൊക്കെ വന്നപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയും ഇത് മാറണം എന്ന രീതിയിലായിരുന്നു ഞാൻ എന്താ പറയാ വാങ്ങിച്ചത്. ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ എന്റെ മോക്ക് ആ ഉണ്ടായപ്പോ നിങ്ങൾ കുറെ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്തായാലും ബാക്ക് ക്യാമറ ഓൺ ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്ന് ബ്ലർ മാറ്റി സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഈ ഫോണിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം ബാക്ക് ക്യാമറ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവാം. ഇതാണ് അവസ്ഥ ആദ്യം ഉണ്ടായത്. ബ്ലഡ് വരും, ഭയങ്കര ഇച്ചിങ് ആണ്, ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായ സിറ്റുവേഷനിലായിരുന്നു നാട്ടിലോട്ട് വന്ന് എന്താ പറയാ ക്രീമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. സോപ്പ് യൂസ് ചെയ്ത് ഇന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്താ പറയാ എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്ത് ഈ മോള് തന്നെയാണ് ഈ മോളെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ് പറയാൻ പറ്റുന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അപ്പൊ അടുത്തൊരു കാര്യം കാണിച്ചാൽ ഇതായിരുന്നു എന്റെ മോള്. എനിക്ക് ഇവിടെ ഇത് കാണാം. 2020 ഒക്ടോബറിൽ എന്റെ മോള് ചെറുതിലുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 40 ഡേയ്സിന് ശേഷം ഇങ്ങനെയൊക്കെയായിരുന്നു മോളെ അവസ്ഥ. കാരണം ഇത് ഫേസിൽ മാത്രമല്ല കേട്ടോ, ബോഡിയിൽ ഞാൻ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കാണിക്കാണ്ടിരുന്നു. അത്രയും ഭയങ്കര സിറ്റുവേഷനിലൂടെ ആയിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ സങ്കടമൊക്കെ വരും. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായത്. ഇത് കൈയൊക്കെ കാണില്ലേ, നല്ലപോലെ ചൊറിയും. കാരണം കൈയൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എത്ര സമയം എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് പിടിച്ചു വെക്കും ഒരു കുട്ടികളെ കൈയൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ പിടിച്ചു വെക്കാതിരിക്കുമ്പോൾ ഇങ്ങനെ ചൊറിയും, പൊട്ടും, ബ്ലഡ് വരും, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായ സമയത്താണ് ഈ ബ്ലാക്ക് ക്യൂമിൻ സോപ്പ് വാങ്ങിച്ചത്. ഇത്രയും റിസൾട്ട് എനിക്ക് തന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ വിശ്വസിക്കാതിരിക്കുക, ഈ ഒരു അവസരം എങ്ങനെയാണ് ഞാൻ ഏറ്റെടുക്കാതിരിക്കുക. സോ ആ മോളാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ഈ ഫേസിൽ എവിടെയെങ്കിലും അതിന്റെ ഒരു പൊട്ടോ ഈ കയ്യിൽ എവിടെയെങ്കിലും അതിന്റെ ഒരു കലയോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം അത്രയും എന്താ പറയാ എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സോപ്പ് തന്നെ ആയിരുന്നു എന്താ പറയാ ബ്ലാക്ക് ക്യൂമിൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓടി വന്നത് ആരും ക്ഷണിക്കാതെ. എനിക്ക് ഇത്രയും എല്ലാവരും പറയുമ്പോൾ എന്റെ എക്സ്പീരിയൻസ് എന്റെ ലൈഫിൽ മാറ്റി ഈ ഒരു ബ്ലാക്ക് ക്യൂമിൻ സോപ്പിന്റെ കഥ നിങ്ങളോട് എന്തായാലും പറയണം. അതോട് ചാടിക്കേറി ഞാൻ വന്നതാണ്. അപ്പൊ നമ്മൾ പറയാറുണ്ടല്ലേ, ട്രസ്റ്റ് ദ പ്രോഡക്റ്റ്, ടേസ്റ്റ് ദ പ്രോഡക്റ്റ്, ടോക്ക് ദ പ്രോഡക്റ്റ് അല്ലെ. നമ്മള് എന്താ പറയാ ട്രസ്റ്റ് ചെയ്യാം, നമ്മൾ വിശ്വസിക്കാം. അതുപോലെ തന്നെ നമ്മൾ എന്താ ടേസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കാം. നമ്മൾ ടേസ്റ്റ് ചെയ്താലേ നമുക്ക് മറ്റുള്ള ആളോട് സംസാരിക്കാനുള്ള ഒരു ധൈര്യം കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പേസ്റ്റ് എങ്കിലും നിങ്ങൾ പേഴ്സണലി യൂസ് ചെയ്യും. നിങ്ങൾക്ക് അതിന്റെ ഫീൽ അറിയാം. ആ ഒരു കോൺഫിഡൻസോടെ മറ്റുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം എല്ലാവരും നമ്മുടെ പ്രൊഡക്റ്റ് അങ്ങോട്ട് ഏറ്റെടുത്തോ, നിങ്ങൾ ആദ്യം യൂസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള ആളോട് കോൺഫിഡൻസ് ആയി സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് തന്നെ വാങ്ങാത്ത ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പേസ്റ്റെങ്കിലും നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുക.